ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. ദൈവത്തിൻ്റെ കരവിരുതാണ് ഈ സൃഷ്ടപ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിൽ വ്യത്യസ്തങ്ങളായ നിരവധി പൂക്കളുണ്ട്. ഈ പൂക്കളിൽ വളരെ മനോഹരമായ, ഏറെ ഭംഗിയുള്ള, സ്നേഹത്തിൻ്റെ പ്രതീകമായി നാം കാണുന്ന ഒരു പുഷ്പമാണ് റോസാപ്പൂവ്. ഇതുപയോഗിച്ച് നാം പലപ്പോഴും ബൊക്കെ ഉണ്ടാക്കാനും അലങ്കാരങ്ങൾക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് എത്രയൊക്കെ ഈ പൂവ് ഇഷ്ടമാണെങ്കിലും നമ്മൾ ആരും ഓടിപ്പോയി ഈ പൂവ് പിടിക്കാറില്ലല്ലോ. അതിന് കാരണം നല്ല ദൈവം ഈ പൂവിൻ്റെ ഇലകളിലും തണ്ടുകളിലുമായി വെച്ചിട്ടുള്ള മനോഹരങ്ങളായ മുള്ളുകളാണ്. ഇനി ചിലപ്പോൾ ഇതിനെ മുള്ളുകുത്തിയെന്ന് കരുതി നമ്മൾ ഒരിക്കലും പിന്നീട് ഇത് പൊട്ടിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഇതിനോട് ഇഷ്ടം കുറയുകയോ ചെയ്യാറുണ്ടോ? അതുമില്ല. ഈ മുള്ളുകൾക്ക് മുകളിലുള്ള ഈ റോസാപ്പൂവിനെ നാം ഇഷ്ടപ്പെടുന്നത് പോലെ സഹനങ്ങൾക്ക് മുകളിലുള്ള ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച ഒരു വിശുദ്ധയുണ്ട്. അവളാണ് വിശുദ്ധ അൽഫോൺസമ്മ. വെറും 36 വർഷത്തെ നിശബ്ദമായ ജീവിതം. അവൾ എഴുതിയില്ല, പ്രസംഗിച്ചില്ല, ഒരു സ്കൂൾ ഭരിച്ചില്ല, ആശുപത്രി നോക്കിയില്ല. പക്ഷേ അവൾ ഒരു കാര്യം ചെയ്തു. അവൾ സ്നേഹിച്ചു. തീക്ഷ്ണമായി, തീവ്രമായി ഈശോയെ സ്നേഹിച്ചു. വിശുദ്ധ അൽഫോൺസമ്മ തൻ്റെ സഹന ജീവിതത്തിലും ഈശോയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അത്തരത്തിലുള്ള ഒരു സന്ദർഭം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. ഒരിക്കൽ അഭിമന്യ ജെയിംസ് കാളാശ്ശേരി പിതാവ് വിശുദ്ധ അൽഫോൺസമ്മയെ സന്ദർശിക്കാനിടയായി. സന്ദർശന വേളയിൽ അൽഫോൺസമ്മയോട് ചോദിച്ചു, കുഞ്ഞെ, ഉറക്കമില്ലാത്ത രാത്രികളിൽ നീ എന്ത് ചെയ്യുകയാണ്? അൽഫോൺസമ്മ പറഞ്ഞു, പിതാവേ, ഞാൻ സ്നേഹിക്കുകയാണ്. ഉറക്കമില്ലാത്ത രാത്രികളിൽ ഞാൻ എൻ്റെ ആത്മമണവാളനെ സ്നേഹിക്കുകയാണ്. അതെ, സഹനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ സ്നേഹബലിയായി തീർന്നവളാണ് വിശുദ്ധ അൽഫോൺസമ്മ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പക്ഷേ വിചാരിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകാനിടയുള്ള പല അപകടങ്ങളിൽ നിന്നും ദൈവകൃപയാൽ നാം രക്ഷപ്പെടുമ്പോഴൊക്കെ നമുക്കുള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തോട് ഒരുപാട് സ്നേഹവും നന്ദിയും നിറയും. എന്നാൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, നേരെ വിപരീതമായി സഹനങ്ങളും വേദനകളും ഇതുപോലുള്ള ഉറക്കമില്ലാത്ത പല രാത്രികളും നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ നമുക്ക് ഈശോയെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ആരംഭിക്കാം. നമ്മുടെ സഹന നിമിഷങ്ങളിലും ഈശോ നമ്മുടെ കൂടെയുണ്ടെന്നേ. വിശുദ്ധ അൽഫോൺസമ്മയെ പോലെ സഹനങ്ങളെ രക്ഷാകരമാക്കി ഒരു സ്നേഹബലിയായി തീരാൻ നമുക്കേവർക്കും സാധിക്കട്ടെ.